തലസ്ഥാനത്ത് സ്വകാര്യ മരുന്ന് വിതരണ കമ്പനിയിലെ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ കമ്പനി മേധാവികൾക്കെതിരെയുള്ള പോലീസ് അന്വേഷണം വൈകുന്നു. കുടുംബം പരാതി നൽകിയിട്ടും നിലവിൽ കേസെടുക്കാൻ പോലും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ മാസം 15-നായിരുന്നു തിരുവനന്തപുരം തമലം സ്വദേശിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മിഥുൻ മരിച്ചത്. മിഥുന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അബോർട്ടിംഗ് കമ്പനിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. കുടുംബത്തിന്റെ മൊഴി പോലും 4 ദിവസം വൈകിയാണ് രേഖപ്പെടുത്തിയതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന കമ്പനി മാനേജരെയോ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയവും ഇതിനിടെ ഉയരുന്നുണ്ട്. നിലവിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങിയാണ് മിഥുന്റെ കുടുംബം. മിഥുനെ മാനസികമായും അമിത ടാർഗറ്റ് നൽകിയും സമ്മർദ്ദത്തിലാക്കിയ അബോർട്ടിംഗ് കമ്പനി മാനേജർക്കെതിരെയും മറ്റ് കമ്പനി അധികൃതർക്കെതിരെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. 26 വയസ്സുകാരനായ മിഥുനായിരുന്നു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.